അതുപോലെ ഇങ്ങനെ കേട്ടിട്ടുണ്ട്, അതായത് ഇപ്പം ഒരു ഫോറിൻ കൺട്രിയിലെ, പ്രത്യേകിച്ചും റഷ്യ, ചൈന പോലുള്ള രാജ്യങ്ങളിലെ MBBS ഡിഗ്രിക്ക് വാല്യൂ നമ്മുടെ നാട്ടിലുള്ള ഡിഗ്രിയും കാലം കുറവാണ്, അല്ലെങ്കിൽ വാല്യൂ അങ്ങനെ ഇല്ല എന്നൊക്കെ ഒരു കിംവദന്തി പോലെ കേട്ടിട്ടുണ്ട്. അപ്പം അതിൻ്റെ സത്യാവസ്ഥ എങ്ങനെയാണെന്നുള്ളത് കുറച്ച് സാറിന് പറയാനുള്ളത്. വാല്യൂ കുറവില്ല, പക്ഷെ അവിടെ പഠിച്ചിട്ട് FMGC എന്ന് പറഞ്ഞ എക്സാം ഇവിടെ പാസ്സാവണം. അതെ അതെ അതെ, അത് പഠിക്കുന്ന കുട്ടികളുടെ കൂട്ടിരിക്കും. ഇപ്പോൾ എക്സാമ്പിൾ ഇപ്പോൾ എൻ്റെ ഒരു ഫ്രണ്ടിൻ്റെ മകൾ ജോർജിയയിൽ നിന്നും MBBS എടുത്തിട്ട് വന്ന് ഫസ്റ്റ് അറ്റംപ്റ്റിൽ FMGC പാസ്സായി. സർജൻസിക്ക് വെയിറ്റിംഗ് ആണ്, കോളേജ് അലോട്ട് ആവാൻ വേണ്ടി വെയിറ്റിംഗ് ആണ്. അത് പഠിക്കുന്ന കുട്ടികൾ. അപ്പോൾ പഠിക്കാത്ത ഒരു കുട്ടി വന്ന് ഇവിടെ FMGC എക്സാം പാസ് ആവണമെന്ന് പറഞ്ഞാൽ നടക്കില്ല. കുറച്ച് ഹാർഡ് വർക്ക് ചെയ്യണം. ഇതേ ഉള്ളു അതിന്റെ ഒരു പ്രശ്നം, അല്ലാതെ വാല്യൂ കുറവില്ല. റഷ്യ പഠിച്ച കുട്ടികൾ അമേരിക്കയിൽ പോയി ജോലി ചെയ്യാം, ബ്രിട്ടനിൽ പോയി ജോലി ചെയ്യും, വേറെ കൺട്രിയിൽ പോകില്ല. അന്നേരം പിന്നെ പറഞ്ഞിട്ട് കാര്യമില്ല. ഞാൻ വെറുതെ ഒന്ന് ചോദിച്ചു എന്നേ ഉള്ളൂ, കാരണം ഇങ്ങനെ വളരെ ചുരുക്കം ആൾക്കാർ അങ്ങനെ ചിന്തിക്കുന്നുണ്ടെന്ന് വേണമെങ്കിൽ പറയാം. പക്ഷെ അല്ല, ഇതിൻ്റെ ഒരു പ്രാധാന്യം മനസ്സിലാക്കി എത്രയോ കുട്ടികളാണ് നാട്ടിൽ നിന്ന് മിടുക്കരായിട്ട് പുറത്ത് ചെന്ന് പഠിച്ച് എക്സാംസ് ക്ലിയർ ചെയ്ത് നാട്ടിൽ വന്ന് FMGA ഒക്കെ ക്ലിയർ ചെയ്തിട്ട് പ്രാക്ടീസ് ചെയ്യുന്നവർ ഒത്തിരി പേരുണ്ട്. തീർച്ചയായിട്ടും കുട്ടികൾക്ക് ഒരു ശോഭനമായ ഭാവി തന്നെയാണ് അത് ഉറപ്പ് വരുത്തുന്നത്, അല്ലേ സാർ? അതെ. ഇപ്പോൾ ഒരു ഡോക്ടർ ആകുക എന്നുള്ളത് മകളുടെ സ്വപ്നമായിരുന്നു എന്ന് പറഞ്ഞു. അച്ഛൻ്റെയും സ്വപ്നമായിരുന്നോ? അല്ല അല്ല അല്ല, എൻ്റെ സ്വപ്നമല്ലായിരുന്നു. എൻ്റെ സ്വപ്നം നോർമലി പഠിച്ചു പോവുക, വിവാഹ സമയമാകുമ്പോൾ മാരേജ് ചെയ്ത് വിടുക. എൻ്റെ ഉത്തരവാദിത്തം ഞാൻ ആർമിയിൽ ഇരിക്കുമ്പോൾ, സർവീസിൽ ഇരിക്കുമ്പോൾ എൻ്റെ മകളുടെ കല്യാണം കഴിച്ച് സെറ്റിലാക്കി കഴിഞ്ഞാൽ ഒരു നാട്ടിലൊരു ഗവൺമെന്റ് ജോലി, ഇത്രയൊക്കെ ഞാൻ ആലോചിച്ചിട്ടുള്ളൂ. അവളുടെ ആഗ്രഹമായിരുന്നു അവൾ ഫോറൻസിക് സർജൻ ആവണം എന്ന് ചെറുതിലേ പറയും. അവരുടെ എന്താണെന്ന് പോലും അവൾക്ക് അറിയില്ല, ഫോറൻസിക് സർജൻ എന്താണെന്ന് പോലും. പക്ഷെ ആവണം എന്നും പറഞ്ഞാണ് ഇരുന്നത്. അന്നേരം ഇങ്ങനെ പഠിക്കണമെന്നൊരു ആവശ്യം പറഞ്ഞപ്പോൾ ഞാനും ആലോചിച്ചു. നീറ്റ് കിട്ടിയ ഫസ്റ്റ് അറ്റംപ്റ്റ് കിട്ടിയില്ല, സെക്കൻഡ് അറ്റംപ്റ്റ് ഇല്ല. എന്റെ പോളിസിയിൽ സെക്കൻഡ് എന്നൊരു സാധനം ഇല്ല. അതുകൊണ്ട് അബ്രോഡ് തിരഞ്ഞെടുത്തു. അത് അവളുടെ മാത്രം ആഗ്രഹമാണ്. ഓക്കെ. ഭക്ഷണ കാര്യത്തിലൊക്കെ എന്തെങ്കിലും പരാതികൾ വിളിച്ച് പറയാനുള്ള, പരാതികൾ എന്ന് പറയാൻ പറ്റില്ല, ഒരു സങ്കടങ്ങളൊക്കെ വിളിച്ച് പറയാറുണ്ട്. കാരണം എന്തായാലും അമ്മ നല്ല രുചികരമായിട്ട് ഭക്ഷണം ഉണ്ടായിക്കൊണ്ട് കൊടുത്തത് കഴിച്ചിരുന്നൊരു കുട്ടിയാണ്. ഇപ്പം നാട്ടിലവിടെ തനിയെ പാചകമൊക്കെ ചെയ്ത് കഴിക്കുന്നു. എന്താ പറയാറുള്ളത്? ആ കംപ്ലയിൻസ് സാധാരണ ഉണ്ടാവാറുണ്ട്. വീട്ടിലെ ഹോംലി ഫുഡ് കിട്ടില്ല. പിന്നെ നമ്മൾ ഇവിടെ കഴിക്കുന്നവട്ട് വെളിയിൽ പോയി അതുപോലെ ഫുഡ് കഴിക്കുകയാണെങ്കിൽ ഒരുപാട് എക്സ്പെൻസീവ് ആവും. അതുകൊണ്ട് സ്വന്തമായിട്ട് ഉണ്ടാക്കി കഴിക്കുക. അന്നേരം അതിൻ്റെതായിട്ടുള്ള കുറച്ച് പ്രോബ്ലംസ് ഒക്കെ ഉണ്ടാകും. അതിനും പിന്നെ നമ്മുടെ നാട്ടിലെ അരി അവിടെ കിട്ടുന്നുണ്ട്, അവർക്ക് ഉണ്ടാക്കി കഴിക്കാം. ചോറ് വെച്ചാണ് കഴിക്കുന്നത്. റഷ്യയിൽ ലഭിക്കുന്നുണ്ട്. പിന്നെ നമ്മുടെ ഇവിടുത്തെ കൂട്ട് ബീൻസ് വേറെ കിട്ടിയെന്ന് പറയുന്നത് തണുപ്പായതുകൊണ്ട് ബീൻസ് കിട്ടത്തില്ല. ക്യാബേജ് കിട്ടും, ബീറ്റ്റൂട്ട് കിട്ടും, ബാക്കി സാധനങ്ങളെല്ലാം കിട്ടും. നമ്മളത് ഉണ്ടാക്കണം. പിന്നെ മസാലയ്ക്കാണ് പ്രോബ്ലം വരുന്നത്. അത് ഒരു ചെറിയ പ്രോബ്ലമാണ്. അവിടെ ഈ മസാല മെയിനായിട്ട് അവിടെ അവൈലബിൾ അല്ല. അതിന് നമ്മൾ നാട്ടിൽ നിന്ന് അയച്ചു കൊടുക്കുക, അല്ലെങ്കിൽ ആദ്യം പോകുമ്പം നമ്മുടെ ഏജൻസി തന്നെ നമ്മുടെ അടുത്ത് പറയുന്നുണ്ട് ഇന്ന സാധനം കൊണ്ടുപോകണം. അവർ കുറച്ച് ക്വാണ്ടിറ്റി പറയും, നമ്മൾ കുറച്ച് കൂടുതൽ ക്വാണ്ടിറ്റി കൊടുത്ത് കൊടുക്കുക. കാര്യം വേറെയുള്ള സാധനങ്ങൾ കുറച്ചുകൊണ്ട് ആവശ്യമുള്ള സാധനങ്ങൾ. അത് ഒരു കുട്ടി അവിടെ പഠിച്ചിരിക്കുന്ന ഉണ്ടായിരുന്നതുകൊണ്ട് എനിക്ക് കുറച്ച് അതിനനുസരിച്ചുള്ള സാധനങ്ങൾ ഞാൻ കൊണ്ടുപോയി. അതുകൊണ്ട് ആ ഒരു ബുദ്ധിമുട്ട് വന്നില്ല. ഇപ്പം വിളിച്ചിട്ട് പറഞ്ഞാൽ അതെല്ലാം തീർന്നു, കുറച്ച് സാധനങ്ങൾ വേണം. ഞാൻ പറഞ്ഞ മിനിമം അങ്ങനെ 3 പേരാകുമ്പോൾ 3 പേരെ വീട്ടിൽ നിന്ന് അയക്കുമ്പോൾ നമുക്ക് അതിനകത്ത് വലിയൊരു പാഴ്സൽ എമൗണ്ട് വരുന്നില്ല. ഞാൻ കുറച്ച് സാധനം അയക്കും, മറ്റു 2 കുട്ടികളുടെ വീട്ടിൽ നിന്നും കുറച്ച് സാധനം വരും. അതായത് അത് അവർക്ക് അഡ്ജസ്റ്റ് ചെയ്ത് പോകാൻ പറ്റും. മസാലയുടെ പ്രോബ്ലം മാത്രമേ ഉള്ളൂ, ബാക്കിയെല്ലാം അങ്ങനെ പാർസൽ അയക്കാൻ പോവാണ്. ഈ നെക്സ്റ്റ് വീക്കിൽ കുറച്ച് സാധനങ്ങൾ പാഴ്സൽ അയക്കും. കൂടി വന്ന ഒരു 5 കിലോ. അങ്ങനെ ഹാപ്പിയാണ്. ശരിക്കും മകളെ വിദേശത്ത് പഠിപ്പിക്കാൻ അയക്കുന്നു, പഠനത്തിന് അയക്കുന്നു എന്ന് അറിഞ്ഞപ്പോൾ എങ്ങനെയായിരുന്നു ഫാമിലിയുടെയൊക്കെ ഒരു റിയാക്ഷൻ അവളുടെ ഭാഗത്തു നിന്നുള്ള? എൻ്റെ വീട്ടിൽ അങ്ങനെയുള്ള പ്രശ്നങ്ങളൊന്നും ഉണ്ടായിരുന്നില്ല. പിന്നെ ഫ്രണ്ട്സൊക്കെ പറയും എന്തിനാണ് ഫോറിനിൽ വിടുന്നത്, നമ്മുടെ കൾച്ചറല്ലോ. പിന്നെ കുറച്ച് ഡിസ്റ്റന്റ് റിലേഷൻ ആയിട്ടുള്ളവരൊക്കെ ചോദിക്കും, അവിടെ പോയി പഠിച്ചിട്ട് വന്ന് ഇവിടെ വന്ന് FMG ഇവിടുത്തെ എക്സാം പാസ്സാവണ്ടേ. ഒരു പിന്തിരിപ്പൻ മനോഭാവം. പിന്തിരിപ്പനായിട്ട് ആരും പറയില്ല. നമ്മുടെ ഇഷ്ടത്തിന്, നമ്മുടെ കുഞ്ഞുങ്ങളുടെ ഇഷ്ടത്തിന്, നമ്മുടെ പൈസ ഇല്ല വിടുന്നത്. അവര് പറയുന്നത് വെച്ചാൽ ഇവിടെ വന്ന് ഈ എക്സാം പാസ്സാവത്തില്ല, കൂടുതൽ കുട്ടികളും പാസ്സാവുന്നില്ല. 2 പ്രാവശ്യം 3 പ്രാവശ്യം എഴുതിയവരുണ്ട്. ചിലവർ അങ്ങ് കുട്ടികൾ ചിലപ്പം റഷ്യയിൽ പോയാലോ വേറെ കൺട്രി പോയാൽ
അവിടെ തന്നെ അങ്ങ് സെറ്റിലായി പോകും. നമ്മളെ നോക്കാൻ പറ്റില്ല. നമ്മൾ എല്ലാം ശ്രദ്ധിക്കാതിരിക്കുക എന്നുള്ളത്. കൂടുതൽ കാര്യങ്ങൾ നമ്മൾ ആലോചിച്ച് കഴിഞ്ഞ് കഴിഞ്ഞാൽ നമ്മുടെ കുട്ടികൾ പഠിക്കില്ല, അവർക്ക് പോകാൻ പറ്റില്ല, കിട്ടിയ ഓപ്പർച്യൂണിറ്റി ഇല്ലാതാവും. പിന്നെ അടുത്ത ഒന്നുകൂടെ നീറ്റ് എഴുതാമെന്ന് പറഞ്ഞെങ്കിൽ എൻ്റെ ഒരു അഭിപ്രായത്തിൽ 2-3 പ്രാവശ്യം എഴുതുന്നതിനെക്കാളും ബെസ്റ്റ്. നമുക്ക് ഇങ്ങനെ ഒരു അവസരം മുന്നിലുണ്ടല്ലോ, എന്തുകൊണ്ട് ഇപ്പം അങ്ങനെ ആ വഴി തിരഞ്ഞെടുത്തുകൂടാ എന്ന് സാറ് ചിന്തിച്ചു. അഭിനയന ഇനിയൊരു 6 വർഷം കഴിയുമ്പോൾ ഒരു MBBS ഗ്രാജുവേറ്റ് ആകും, ഡോക്ടർ അഭിനയനയാകും. ആൻഡ് ഇപ്പോൾ ജോയിൻ ചെയ്തിട്ട് അധികം നാളൊന്നും ആകുന്നില്ല, കുറച്ച് മാസങ്ങളെ ആകുന്നുള്ളൂ. എന്നാലും വീട്ടിലേക്ക് വിളിക്കുമ്പോഴത്തേക്കും അച്ഛനും അമ്മയുടെയും ആരോഗ്യസ്ഥിതികൾ എങ്ങനെയാണെന്നൊക്കെ ചോദിച്ചു മനസ്സിലാക്കി അതിന് ഈ മരുന്നൊക്കെ പ്രിസ്ക്രൈബ് ചെയ്യുന്ന അങ്ങനെ എന്തെങ്കിലും ചെറിയ കുസൃതിയോ അങ്ങനെ എന്തെങ്കിലും ആളുടെ കയ്യിലുണ്ടോ? ഇവിടുന്ന് പോയതിനെക്കാട്ടിലും കൂടുതൽ എനിക്ക് അഡ്വൈസ് തരാൻ തുടങ്ങി. അത് ശരി. അച്ഛന്റെ വണ്ണം കുറയ്ക്കണം, അത് ശരി, അങ്ങനെ ഇങ്ങനെ വരും അങ്ങനെ വരും, അങ്ങനെ കുറെ കാര്യങ്ങൾ. ആരും നാട്ടിൽ പഠിച്ച ഇത്രയും ഇതുപോലെ ആവുമെന്ന് എനിക്ക് തോന്നുന്നില്ല. ആരും ഒരുപാട് ഉപദേശങ്ങൾ ഒരുപാട് നേരം സംസാരിക്കും, ഒരുപാട് കാര്യങ്ങളെ പറ്റി പറഞ്ഞു തരും. ഞാനിങ്ങനെ ഓപ്പണായിട്ട് ചോദിക്കുന്നുണ്ട് പറഞ്ഞല്ല, ഡെയിലി എനിക്ക് ഫോൺ ചെയ്യും, ഒരു 10-15 മിനിറ്റ്. അതിനും പറയാം അച്ഛാ ഇങ്ങനെയാണ്, ഇങ്ങനെ ചെയ്യണം, അത് എക്സസൈസ് വേണം, അത് വേണം, ഇത് വേണം, ഇങ്ങനെ എല്ലാ കാര്യങ്ങളും ഒരുപാട് നല്ല രീതിയിൽ നമ്മളെ ഗൈഡ് ചെയ്യും. ഇപ്പം ഞാൻ ഗൈഡ് ചെയ്യേണ്ടത് എന്നെ ഗൈഡ് ചെയ്യാൻ ഇങ്ങോട്ട് എനിക്ക് കുറച്ച് കാര്യങ്ങൾ പറഞ്ഞു തരാറുണ്ട്. ഓക്കെ, മകളാണ്, 18 വയസ്സ് മാത്രമേ ഉള്ളൂ പ്രായം. ഇപ്പോൾ MBBSന് പഠിക്കാനാണെങ്കിൽ റഷ്യയിൽ ചെന്നിരിക്കുന്ന ഫ്രണ്ട്സ് കൂടെ ഉണ്ടെങ്കിൽ കൂടി പാരൻസ് കൂടെ ഇല്ലല്ലോ, ഒറ്റയ്ക്കാണെന്ന് വേണമെങ്കിൽ പറയാം ഒരു രീതിയിൽ. അപ്പോൾ ഇങ്ങനെയുള്ള സാഹചര്യങ്ങളിൽ രക്ഷകർത്താക്കൾക്ക് ഒരുപാട് ടെൻഷൻസ്, കൺസേൺസ്, അവരുടെ ആവലാതികൾ പല കാര്യങ്ങളുണ്ടായിരിക്കും. അപ്പോൾ സാറിന് അങ്ങനെ എന്തെങ്കിലും ടെൻഷൻസോ കൺസേൺസോ ഉണ്ടോ? സാർ ഇതിനെ എങ്ങനെയാണ് നോക്കി കാണുന്നത്? ആദ്യം ആ ഒരു ടെൻഷൻ എല്ലാവർക്കും ഉണ്ടാവും. ഇപ്പോൾ ഒരു എസ്പെഷ്യലി ഒരു പെൺകുട്ടി അവിടെ ചെല്ലുമ്പം എന്താവും, അവിടുത്തെ ഇപ്പം യൂറോപ്യൻ കൾച്ചർ നമ്മുടെ മലയാളികളുടെ കൾച്ചറല്ല. നമ്മുടെ കുട്ടികളെ നമ്മൾ എങ്ങനെയാണ് വളർത്തിയിരിക്കുന്നത് അതിനനുസരിച്ചിരിക്കും. ഇത് ഇന്ത്യയിലായാലും അബ്രോഡ് പോയാലും. ഇപ്പം കൊല്ലത്തുള്ളൊരു കുട്ടി എറണാകുളത്ത് വന്നു കഴിഞ്ഞാൽ, ഇപ്പം എക്സാമ്പിൾ എറണാകുളത്ത് വന്നതിന് കുട്ടിയുടെ കൾച്ചർ മാറുന്നുണ്ട്, ഞാൻ കാണുന്നതാണ്. ഞാനിപ്പോൾ എറണാകുളത്ത് വർക്ക് ചെയ്യുമ്പോൾ ഞാൻ കാണുന്നത്. അവിടെ പോയാൽ അങ്ങനത്തെ പ്രശ്നങ്ങളില്ല, അവർക്ക് ടൈമുണ്ട്. ഈ ടൈം കഴിഞ്ഞ് ഹോസ്റ്റലിനകത്തോട്ട് കയറാൻ പറ്റില്ല. അങ്ങനെ ഈ മെയിൻ തണുപ്പും അങ്ങനെ തണുപ്പത്ത് ആരും പുറത്തിറങ്ങി നടക്കത്തില്ല. അതുകൊണ്ട് ശരിക്കും സേഫ്റ്റി ഉണ്ട്, സെക്യൂരിറ്റി നല്ല രീതിയിലാണ്. പിന്നെ കൂടുതലുള്ള കുട്ടികളും നല്ല കുട്ടികളാണെങ്കിൽ നമ്മൾ ഒന്നുകൊണ്ടും ഭയക്കേണ്ട ആവശ്യമില്ല. ഇപ്പം കൂടെ താമസിക്കുന്ന ഒരു കുട്ടി എൻ്റെ വീടിന് തൊട്ടടുത്തുള്ള കുട്ടിയാണ്. തൊട്ടടുത്ത് വെച്ചാൽ 10 കിലോമീറ്റർ സറൗണ്ടിങ്ങിലുള്ളതാണ്. അതുകൊണ്ട് ഇപ്പം മോളെ വിളിച്ച് കിട്ടിയില്ല, അന്നേരം തന്നെ ആ കുട്ടിയെ വിളിക്കാം. അല്ല മറ്റേ ഒരു കുട്ടി ഇവിടെ ക്ലാസ്മേറ്റ് ഒരു പയ്യനവിടെ ഉണ്ട്, അവനെ വിളിക്കാം. രണ്ടാമതെന്ന് വെച്ചാൽ ഇപ്പം ഒരു ഗേൾസ് പുറത്തിറങ്ങി എനി ടൈം നടന്നാലും അവിടെ ആ കൺട്രിയിൽ ആരും അങ്ങനെ നോട്ടോ കാര്യങ്ങളോ അങ്ങനെ പ്രശ്നങ്ങളോ ഒന്നുമില്ല. അവർക്ക് അത്ര ഫ്രീ ആയിട്ട് നടക്കാം. നമ്മുടെ കേരളത്തിനെക്കാട്ടിലും സേഫാണ്. നമ്മുടെ കേരളത്തിനെക്കാളും സേഫ് ആണ് എന്നാണ് ഞാൻ പറയുന്നത്. ഓരോ വർഷവും ഒരുപാട് ബാച്ചസ് ഓഫ് സ്റ്റുഡൻസ് ആണ് വിദേശ പഠനത്തിന് പല പല രാജ്യങ്ങളിലേക്ക് ചെല്ലുന്നത്. പ്രത്യേകിച്ചും റഷ്യയിൽ MBBS തന്നെ പോകുന്ന കുട്ടികൾ ഒത്തിരി പേരുണ്ട്, ഫെഫുവിലേക്ക് ഒത്തിരി കുട്ടികൾ പോകുന്നുണ്ട്. അപ്പോൾ ഇവരുടെയൊക്കെ പാരൻസിനോട് സാറിന് എന്താണ് പറയാനുള്ളത്? അവർക്ക് കൊടുക്കുന്ന ഇങ്ങനെ യാത്രയ്ക്ക് തയ്യാറായി നിൽക്കുമ്പോൾ അവർ ശ്രദ്ധിക്കേണ്ട അല്ലെങ്കിൽ പ്രീ പ്ലാൻ ചെയ്യേണ്ട കാര്യങ്ങൾ എന്തൊക്കെയാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ സാറിൻ്റെ എക്സ്പീരിയൻസ് ചെയ്യുന്ന കുറച്ച് 2-3 കാര്യങ്ങളൊന്ന് പറഞ്ഞു കൊടുക്കാമോ? ഇപ്പം നമ്മൾ അബ്രോഡ് അഡ്മിഷൻ എടുക്കണമെന്നുണ്ടെങ്കിൽ നമ്മൾ ആദ്യം നമുക്കൊരു കോളേജിനെ പറ്റി അറിയണം. അത് നമ്മുടെ റിലേഷൻസ് കുട്ടികൾ പഠിക്കുന്നുണ്ടെങ്കിൽ, അല്ലെങ്കിൽ നമുക്കറിയാതെ ഫ്രണ്ട്സിൻ്റെ മക്കൾ ഒരുപാട് കുട്ടികൾ പഠിക്കുന്നുണ്ട്. അവരോട് ചോദിച്ച് മനസ്സിലാക്കിയിട്ട് ആ കോളേജിനെ പറ്റി ചോദിച്ചു കഴിഞ്ഞാൽ അവർ സത്യസന്ധമായിട്ട് പറയും. ചില കുട്ടികൾ പറയില്ല, എന്നാൽ വേറൊരാളിനോട് തിരക്കുക. അപ്പം എനിക്ക് നല്ലൊരു ഏജൻസി, നമ്മൾ കൺസൾട്ട് ചെയ്യുന്ന ഏജൻസി നല്ലൊരു ഏജൻസി ആണെങ്കിൽ അതായിരിക്കും ഏറ്റവും ബെസ്റ്റ്. നമുക്ക് സ്വന്തമായിട്ട് വേണമെങ്കിൽ പോകാം, എംബസി ത്രൂ എല്ലാം ചെയ്ത് നമുക്ക് ഏതെങ്കിലും കോളേജ് സെലക്ട് ചെയ്ത് നമുക്ക് പോകാൻ പറ്റും. പക്ഷേ നമുക്കതിന് എന്തെങ്കിലും ഒരു ഡിഫിക്കൽറ്റി, എന്തെങ്കിലും ഒരു പ്രോബ്ലം വന്നു കഴിഞ്ഞാൽ നമുക്ക് കുട്ടിയായിട്ട് ബന്ധപ്പെടണം. ഒരു ഏജൻസി ത്രൂ പോവുകയാണെങ്കിൽ അവരുടെ ആരെങ്കിലും ഒക്കെ അവിടെ ഉണ്ടാവും, അവരെ അവിടെ സഹായിക്കാനുള്ള ഏതെങ്കിലും ഡിപ്പാർട്ട്മെൻറ്റിൽ എവിടെയെങ്കിലും ഒരാളുണ്ടാവും. അന്നേരം അവരുമായിട്ട് നമുക്ക് ഈ ഏജൻസിയായിട്ട് നമുക്ക് കോൺടാക്ട് ചെയ്യാൻ പറ്റും. ഞാൻ ഒരു ഏജൻസി ത്രൂ വിട്ടു, എനിക്കൊരു ചെറിയ പ്രോബ്ലം വന്നു, ഞാൻ വിളിച്ച് അന്നേരം പറയും ഇങ്ങനെ സംഭവമുണ്ട് സാർ നോക്കണം. ഇപ്പോൾ എക്സാമ്പിൾ അപ്പോൾ പൈസ അയക്കണം, ഇപ്പം അയക്കാൻ പറ്റുന്നില്ല. അന്നേരം ആ ഏജൻസി നമുക്ക് പറഞ്ഞ് മനസ്സിലാക്കി സാർ ഇങ്ങനെ അയക്കാൻ പറ്റും, അല്ലെ ബാങ്ക് ത്രൂ ഇങ്ങനെ പോയാൽ ചെയ്യാൻ പറ്റും. അപ്പം ഞാൻ ആർമിയിലിരിക്കുന്ന ഒരാൾ, എനിക്കിതിനെപ്പറ്റി യാതൊരു നോളജും യഥാർത്ഥത്തിൽ ഇല്ലായിരുന്നു. ഞാൻ പലരോടും ചോദിച്ചു. ഞാൻ ഏജൻസിയിൽ പോയി
ആ ഏജൻസിയിലെ ഒരു കുട്ടിയാണ് എൻ്റെ അടുത്ത് ഫെഫുവിനെ പറ്റി പറയുന്നത്. ഞാൻ അതുവരെ ഫെഫുവിനെ പറ്റി കേട്ടു. പിന്നെ ഞാൻ ഇപ്പം ഗൂഗിളിൽ എല്ലാം കിട്ടുന്നുണ്ട്. പിന്നെ ഇതിനെപ്പറ്റി നമ്മൾ സെർച്ച് ചെയ്തു. സെർച്ച് ചെയ്യുമ്പം വേൾഡിൽ ഇത്രാമത്തെ റാങ്കിൽ വരുന്നുണ്ട്, അല്ല റഷ്യയിൽ ഇത്രാമത്തെ റാങ്ക് വരുന്നുണ്ട്. അതെല്ലാം നമുക്ക് മനസ്സിലാക്കാൻ പറ്റും. ഇപ്പം നമ്മൾ ഒരാളെ ഗൈഡ് ചെയ്യുകയാണെങ്കിൽ അവർക്ക് ഒരുപാട് ഓപ്പർച്യൂണിറ്റീസ് ഉണ്ട്. നമ്മൾ സെലക്ട് ചെയ്യുന്ന കോളേജ് നല്ലതായിരിക്കണം. നല്ല ഒന്നാമത്തെ കാര്യം അത്. 2, ഇപ്പം ഇന്ത്യയിൽ നമ്മൾ പൈസ കൊടുത്ത് പഠിക്കുകയാണെങ്കിൽ 1 crore മുകളിൽ പോകും. നമ്മൾ പൈസ കണ്ടെത്തുന്ന മാർഗം, നമ്മുടെ കയ്യിൽ പൈസ അവൈലബിൾ ആയിരിക്കണം. ആക്ച്വലി ഞാൻ ആ ചോദ്യത്തിലേക്ക് വരുന്നുണ്ടായിരുന്നു. ശരിക്കും നമ്മൾ രക്ഷകർത്താക്കൾ എടുക്കേണ്ട ഒരു മുന്നൊരുക്കം ഈ പ്രത്യേകിച്ചും ഫിനാൻഷ്യൽ മാറ്ററിൽ. ഫിനാൻഷ്യലി മാത്രമല്ല, ആദ്യമേ നമ്മുടെ കയ്യിൽ ഒരു പാസ്പോർട്ട് ഉണ്ടാവണം. എൻ്റെ കയ്യിൽ ഇല്ലാതെ പോയ ഒരു സാധനമാണ് ഈ പാസ്പോർട്ട്, മകളുടെ. എന്തെന്നാൽ ഞാൻ അബ്രോഡിനെ പറ്റി ചിന്തിച്ചിട്ടില്ല. സെക്കൻഡ്, ഞാൻ ആർമി പേഴ്സണാണ്. എൻ്റെ മകൾക്ക് 18 വയസ്സായിട്ടില്ല ആ ടൈമിൽ. അപ്പം 17+ ആ ടൈമിലാണ് ഇതിനെപ്പറ്റി ഞാൻ സംസാരിക്കുകയും ഇങ്ങനെ റഷ്യയിൽ പോകാൻ ഡിസിഷൻ എടുക്കുകയും. ഞാൻ പാസ്പോർട്ട് ഇല്ല. ഞാൻ പാസ്പോർട്ടിന് വേണ്ടി ട്രൈ ചെയ്യുമ്പോൾ ഇത്ര ദിവസങ്ങൾ അവരുടെ ഈ കോളേജിൻ്റെ എൻട്രൻസ് എക്സാം ഉണ്ട്. ആ എൻട്രൻസ് എക്സാമിന് നമ്മൾ ഇരിക്കുന്ന സമയത്ത് പാസ്പോർട്ടോടെ ഉണ്ടെങ്കിൽ മാത്രമേ എക്സാമിന് എടുത്തുന്നുള്ളൂ. കാരണം ഞാൻ ഈ പാസ്പോർട്ടിന് വേണ്ടി ട്രൈ ചെയ്യുമ്പോൾ ഫാദറിനോ മദറിനോ ആർക്കെങ്കിലും ഒരാൾക്ക് പാസ്പോർട്ട് ഉണ്ടെങ്കിലേ 18 years ബിലോ ആയിട്ടുള്ള കുട്ടികൾക്ക് പാസ്പോർട്ട് തരും. അങ്ങനെ ഒരു സിസ്റ്റം ഉണ്ട്. അത് ഒരു ഗവൺമെന്റ്, ഇന്ത്യൻ ഗവൺമെന്റ് റൂൾസ് ആണ്. 18 വയസ്സിൽ താഴെയാണ്. 18 വയസ്സ് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ പ്രശ്നമില്ല. എനിക്കും എൻ്റെ വൈഫിനും പാസ്പോർട്ടില്ല. ഞങ്ങൾ പിന്നെ ഈ പാസ്പോർട്ട് ഉണ്ടാക്കുന്നതിന് വേണ്ടി പാസ്പോർട്ട് ഓഫീസിൽ ട്രിവാൻഡ്രം പോയി. ശരിക്കും പോകാൻ പറ്റുമോ എന്നുള്ള ഒരു ഡൗട്ട് വന്നു. നമ്മൾ എല്ലാവരോടും പറഞ്ഞു റഷ്യയിൽ ഫെഫുവിലാണ് പോകാൻ ശ്രമിക്കുന്നതെന്ന് പറയുകയും ബാക്കി കാര്യങ്ങളൊക്കെ ചെയ്യും. പാസ്പോർട്ട് കയ്യിലില്ലാതിരിക്കുകയും ചെയ്യുമ്പോൾ ആദ്യമേ നമ്മൾ ചെയ്യണം, നമുക്കൊരു പാസ്പോർട്ടിന് നമ്മൾ അപ്ലൈ ചെയ്യുക. ഇപ്പം നമ്മൾ മെയിനായിട്ട് നമ്മൾ ഇന്ത്യയിൽ പഠിക്കാൻ ആഗ്രഹിച്ചാലും ഫോറിനിൽ പഠിക്കാൻ ആഗ്രഹിച്ചാലും ഇപ്പം എക്സാം കഴിഞ്ഞാൽ അവിടെ പാസ്പോർട്ട് അപ്ലൈ ചെയ്യുക. പാസ്പോർട്ട് നമ്മുടെ കയ്യിലുണ്ടെങ്കിൽ നമുക്ക് പോകാൻ ഈസിയാവും. മെയിനായിട്ടുള്ള മുന്നൊരുക്കുന്നത് പാസ്പോർട്ട് ഇല്ലയോ അത് ചിലപ്പോൾ ചില സമയത്ത് പോസ്റ്റലി പ്രോബ്ലം വരും. സ്ട്രൈക്ക് വന്നു കഴിഞ്ഞാൽ സമയത്തിന് പാസ്പോർട്ട് കിട്ടിയില്ലെന്ന് വരും. അങ്ങനെ ഒരുപാട് പ്രശ്നങ്ങളുണ്ട്. ചിലപ്പോൾ എന്തെങ്കിലും ഡോക്യുമെന്റ്സിനകത്ത് മിസ്റ്റേക്ക് കാണും. അങ്ങനെ പാസ്പോർട്ട് കിട്ടാൻ താമസിച്ചു കഴിഞ്ഞാൽ. ശരി, ചുരുക്കം പറഞ്ഞാൽ ഒരു 10th സ്റ്റാൻഡേർഡ് കഴിയുമ്പോൾ തന്നെ മക്കൾക്ക് ഒരു പാസ്പോർട്ട്സ് എടുത്ത് വെക്കുക. പറയാൻ പറ്റില്ല 12th കഴിയുമ്പോഴത്തേക്കും സ്റ്റഡി അബ്രോഡ് ആണ് പ്ലാൻ എങ്കിൽ പെട്ടെന്നൊന്നും അത് പ്രൊക്യൂർ ചെയ്യാൻ പറ്റിയെന്ന് വരില്ല. വെരി ഗുഡ്, നല്ലൊരു ടിപ്പായിരുന്നു, ഉപദേശമായിരുന്നു അത്. രണ്ടാമത്തേത് ഫൈനാൻസ്. ഈ ഫിനാൻസ് എവിടെ നിന്ന് നമുക്ക് വരുമെന്ന് വെച്ചാൽ നമുക്ക് അതിനൊരു മാനേജ്മെന്റ് ഉണ്ടായി. നമ്മൾ ലോൺ എടുക്കാനാണെങ്കിൽ നമ്മുടെ ഡോക്യുമെന്റ്സ് എല്ലാം കറക്റ്റ് ആയിരിക്കണം. ഇപ്പം ലാസ്റ്റ് ഞാൻ എടുക്കാൻ പോകുന്ന ഇതെല്ലാം ക്ലിയർ ആയി വരുന്ന സമയത്ത് ഞാൻ എടുക്കാൻ പോകുമ്പോൾ അതിന്റെ ഡോക്യുമെന്റ്സിനകത്ത് പ്രശ്നങ്ങൾ വന്നു. പിന്നെ ഡോക്യുമെന്റ്സ് ക്ലിയർ ചെയ്യാൻ പോയി. നമുക്ക് അന്നേരമൊക്കെ ടെൻഷനാവും. എവിടെ നിന്ന് നമ്മൾ പൈസ ഇനിഷ്യൽ സ്റ്റെപ്പ്. അത് കഴിഞ്ഞപ്പോൾ ഫസ്റ്റ് സെമസ്റ്ററും സെക്കൻഡ് സെമസ്റ്ററും കഴിഞ്ഞു കഴിഞ്ഞാൽ പിന്നെ നമുക്കറിയാം, നമുക്ക് പ്ലാൻ ചെയ്യാനുള്ള സമയമുണ്ട്. 1 വർഷത്തിനുള്ളിൽ പിന്നെ അടുത്ത വർഷത്തേക്ക് എന്ത് പ്ലാൻ ചെയ്യണമെന്നുള്ളത്, എവിടുന്ന് പൈസ പറഞ്ഞതെന്നുള്ളത്. അതിനുള്ള ഡോക്യുമെന്റ്സ് എല്ലാം കറക്റ്റ് ആയിരിക്കണം. നമ്മൾ ലോൺ എടുക്കാൻ താല്പര്യപ്പെടുന്നുണ്ടെങ്കിൽ അങ്ങനെയുള്ള കുട്ടികൾക്ക് ഫൈനാൻഷ്യലി വെല്ലായിട്ടുള്ളവർക്കാണ് അതിൻ്റെ ആവശ്യമില്ല. അപ്പോൾ ഒരു നോർമൽ ഒരു ആവറേജ് ഫാമിലിയിൽ നിന്ന് പോവുകയാണെങ്കിൽ മാക്സിമം കുട്ടികളും ലോൺ എടുത്തായിരിക്കും പഠിക്കാൻ പോകുന്നത്. അവർ അതിനുള്ള ഡോക്യുമെന്റ്സ് എല്ലാം റെഡിയാക്കുക. ആ ഡോക്യുമെന്റ്സ് എന്തൊക്കെയാണെന്നും ഏത് ബാങ്കിൽ നിന്ന് എടുക്കണമെന്നും എവിടെയാണ് ഇൻട്രസ്റ്റ് കുറവുണ്ടെന്നുള്ളതും ചില ഏജൻസിയിൽ പറഞ്ഞു തരും. ഇങ്ങനെ ഇന്ന ബാങ്കിൽ നിന്ന് എടുത്തു കഴിഞ്ഞാൽ കുറച്ച് പെർസെൻറ്റേജ് കുറവാണ്, ആ ബാങ്കിൽ പോകാം. അത് സ്വന്തമായിട്ട് നമ്മൾ നമ്മൾ ആദ്യമേ ഒരു പ്ലാൻ ചെയ്ത് വെക്കണം. നമുക്ക് ഉണ്ടായിരിക്കണം. ഇത് 2 മാത്രമേ ഉള്ളൂ. പിന്നെ ബാക്കി എല്ലാം ഓട്ടോമാറ്റിക് നടന്നു പോകും. ബാക്കി കാര്യങ്ങളെല്ലാം നമ്മൾ ഇപ്പോൾ പാസ്പോർട്ടും പൈസയും റെഡിയാണോ, ബാക്കി കാര്യങ്ങളെ പറ്റി ഓർത്ത് നമ്മൾ വിഷമിക്കേണ്ട യാതൊരു ആവശ്യമില്ല. ഞാൻ പോയ ഏജൻസിയിലാണെങ്കിൽ ഞാൻ ഒന്നും ചെയ്തില്ല. എല്ലാവരും തന്നെ ചെയ്തു തരികയാണ് ചെയ്തത്. നമ്മൾ സംസാരിച്ചപ്പോൾ സാറ് പറഞ്ഞിരുന്നു, സാറിൻ്റെ ഒരു ഇനീഷ്യൽ പ്ലാൻ എന്താണെന്ന് വെച്ചാൽ മകളെ ഒരു ഡിഗ്രിയോ ഒരു PGയോ പഠിപ്പിക്കുക, നാട്ടിൽ പഠിപ്പിക്കുക. എന്നിട്ട് വെൻ ഷി കംസ് ഓഫ് ദി മാരേജബിൾ ഏജ് നല്ലൊരാളെ നോക്കി വിവാഹം കഴിപ്പിച്ച് അയക്കുക എന്നുള്ളതാണ്. അതാണ് സാറിൻ്റെ ആദ്യത്തെ ഒരു ഇനീഷ്യൽ പ്ലാൻ. പക്ഷേ മകളെ 12th കഴിയുമ്പോഴത്തേക്കും MBBS പഠിക്കണം, പുറത്തുപോയി പഠിക്കണം എന്നൊക്കെ പറഞ്ഞു. സാർ ആഗ്രഹത്തിനൊപ്പം നിന്നു. അപ്പോൾ തീർച്ചയായിട്ടും മകളുടെ ആ സ്വപ്നത്തിനൊപ്പം നിന്നൊരു പാരൻ്റാണ്. പക്ഷേ ദർ ആർ അതർ പാരൻസ്, ഈ പറഞ്ഞതുപോലെ അവർ ഒരു പക്ഷേ എൻ്റെ മകൾക്ക് ഇങ്ങനെ ഒരു ഫ്യൂച്ചർ മതി അല്ലെങ്കിൽ ഇത് മതി എന്ന് തീരുമാനിക്കുന്ന പാരൻസും ഉണ്ടാകാമല്ലോ.
അപ്പോ സാർ അവരോട് എന്താ പറയാനുള്ളത്? തീർച്ചയായിട്ടും നമ്മൾ മക്കളോട് അല്ലേ, നമ്മുടെ കുട്ടികളുടെ ആഗ്രഹം എന്താണെന്ന് നമ്മൾ മനസ്സിലാക്കുകയും അതിനോടൊപ്പം അവരുടെ മാർക്ക് നമുക്ക് വിലയിരുത്താൻ പറ്റിയും കൂടെ ചെയ്യാം. അതെ അതെ അപ്പം ഒരു കുട്ടിക്ക് മെഡിസിൻ അല്ലെങ്കിൽ എഞ്ചിനീയർ ആവണമെന്ന് ആഗ്രഹമുണ്ട്. കുട്ടി പഠിക്കാൻ വരി പൂറാണെങ്കിൽ ആ ആഗ്രഹം നമ്മൾ നിരുത്സാഹപ്പെടുത്തുക. കാര്യം നോർമൽ ജസ്റ്റ് പാസ്സായി വരുന്ന ഒരു കുട്ടിക്ക് ഇപ്പം ആഗ്രഹമുണ്ട് MBBS പഠിക്കണമെന്ന്, പക്ഷെ കാലിബർ ഇല്ല. അന്നേരം അത് പറ്റില്ല. പക്ഷെ കുട്ടി നല്ലതുപോലെ പഠിക്കുകയും കുട്ടിക്ക് ആഗ്രഹമുണ്ട്, അന്നേരം ആ ആഗ്രഹങ്ങൾക്ക് നമ്മൾ നിൽക്കണം. എൻ്റെ ഒരു അഡ്വൈസ്. കാര്യം ഒരു കുട്ടി പഠിക്കുകയും അതിന് MBBS പഠിക്കണം അല്ലെങ്കിൽ IIT പഠിച്ച് നല്ല എഞ്ചിനീയർ ആവണം, ഇങ്ങനെ ആഗ്രഹങ്ങളുണ്ടെങ്കിൽ നമ്മൾ ആ ആഗ്രഹങ്ങൾ ഒത്തു നിൽക്കാന്നുള്ള. എനിക്കും എൻ്റെ മോൾക്ക് ആഗ്രഹം ഉണ്ടെന്ന് പറഞ്ഞപ്പോൾ ഞാൻ ആക്ച്വലി അഗ്രികൾച്ചറിന് ഞാൻ അഡ്മിഷൻ എടുത്തു. അമൃതയിൽ അഡ്മിഷൻ എടുത്ത് ഫസ്റ്റ് ഫീസും അടച്ചു. അതിന് ശേഷമാണ് അതുവരെ എൻ്റെ അടുത്ത് പറഞ്ഞ റിപ്പീറ്റ് പോകണമെന്ന് പറഞ്ഞു. ഞാൻ റിപ്പീറ്റിന് ഞാൻ തയ്യാറല്ലായിരുന്നു. റിപ്പീറ്റ് പോയി കഴിഞ്ഞാൽ കിട്ടുന്നത് കുറച്ച് കുട്ടികൾക്ക് കിട്ടും, അത് ഈ 50-50 ചാൻസ് നോക്കിയിട്ട് കാര്യമില്ല. അങ്ങനെയാണ് പിന്നീട് പറയുന്നത്, വെച്ചാൽ എനിക്കിങ്ങനെ അബ്രോഡ് പോയി പഠിച്ചാൽ കൊള്ളാം, MBBS തന്നെ പഠിക്കണം. അന്ന് ഞാൻ ആഗ്രഹം അതല്ലേ. ഞാൻ ആ അമൃതയിലെ ആ പൈസ ഞാൻ വേണ്ടാന്ന് വെച്ചു. റീഫണ്ട് ആയില്ല ആ പൈസ. ഇതിനു വേണ്ടി പിന്നെ ട്രൈ ചെയ്തു. കുട്ടികളുടെ ആഗ്രഹം എന്താണോ, അവർ നല്ലതുപോലെ വർക്ക് ചെയ്യുന്ന കുട്ടികളാണെങ്കിൽ, കാര്യം മാർക്ക് മാത്രമല്ല നല്ലതുപോലെ വർക്ക് ചെയ്യുന്ന കുട്ടികളാണെങ്കിൽ അവർ ആഗ്രഹത്തിനൊത്ത് നമ്മൾ വിടുക എന്നുള്ളതാണ് നല്ല കാര്യം. അതെ, ഒരു പക്ഷേ ഒരു 10th സ്റ്റാൻഡേർഡ് കഴിയുമ്പം തന്നെ അവർക്കൊരു കരിയർ ഗൈഡൻസ് നൽകുക, അതിന് പാരൻസ് ഒരു ഇനിഷ്യേറ്റീവ് എടുക്കുക. മക്കൾക്ക് എന്താണ് നിങ്ങളുടെ ആഗ്രഹം, നിങ്ങളുടെ സ്വപ്നം എന്താണ് എന്നുള്ളത് ചോദിച്ച് മനസ്സിലാക്കി അല്ലെ, അവരുടെ ആഗ്രഹത്തിനും കഴിവിനും അനുസരിച്ച് അവരോടൊപ്പം നിൽക്കുക എന്നുള്ളത് എല്ലാ പാരൻസും ചെയ്യേണ്ട ഒരു കടമയായിട്ട് സാറ് കണക്കാക്കുന്നില്ലേ? ഉറപ്പായിട്ടും. നമ്മുടെ ഫാമിലിയിൽ നിന്ന് നമ്മുടെ ഫാമിലിയിൽ വേറെ MBBS എടുത്ത ഡോക്ടേഴ്സോ ആ ഒരു പാരമ്പര്യമുള്ള ഉണ്ടോ? ഇല്ല, ആരുമില്ല. ഓക്കെ, ചേച്ചിയുടെ ഫാമിലിയിലും അങ്ങനെ തന്നെയാണ് അല്ലേ? കുടുംബത്തിലെ ഒരു ആദ്യത്തെ ഡോക്ടർ വരാൻ പോവുകയാണ്. കുറച്ച് സമയമുണ്ട്, ഒരു 5-6 വർഷമുണ്ട്. 6 വർഷമുണ്ട്. അപ്പം അത് കഴിഞ്ഞ് ഫസ്റ്റ് ഡോക്ടർ ഇൻ ദ ഫാമിലി വിൽ ബി റെഡി. അപ്പം എന്തായാലും മകൾക്ക് ഇത്രയധികം സ്നേഹവും പ്രോത്സാഹനവും അവൾക്കെല്ലാം വേണ്ട ഗൈഡൻസും സൗകര്യങ്ങളും ഒരുക്കി തരുന്ന മാതാപിതാക്കളുണ്ടാന്ന് പറയുന്നത് കുട്ടികളെ സംബന്ധിച്ച് വളരെ വലിയൊരു അനുഗ്രഹമാണ്. തിരിച്ചും വളരെ സ്നേഹസമ്പന്നയായ ഒരു മകളാണ് അല്ലേ? എനിക്ക് നമ്മൾ വളരെയധികം എക്സൈറ്റഡ് ആണ് അവിടെ പോയതിലും ഇപ്പോൾ പഠിക്കാൻ ജോയിൻ ചെയ്തതിലും ഒക്കെ വളരെ കണ്ടന്റ് ആൻഡ് എക്സൈറ്റഡ് ആൻഡ് സാറ്റിസ്ഫൈഡ് ആണ്. അപ്പോൾ മകൾക്ക് എല്ലാവിധ ആശംസകളും നേരുന്നു. ഉള്ള ആഗ്രഹം പോലെ നന്നായിട്ട് പഠിച്ച് ലെറ്റ് ഹർ കം ഔട്ട് ഇൻ ഫ്ലൈയിങ് കളേഴ്സ് എന്ന് ആശംസിക്കുകയാണ് സാർ. താങ്ക് യു സോ മച്ച്. നമ്മുടെ അപ്പം ഇത്ര നേരം ചിലവഴിച്ചതിലും ഈ വിശേഷങ്ങളൊക്കെ പങ്കുവച്ചതിലും ഒക്കെ ഒരുപാട് നന്ദിയുണ്ട് സാർ. താങ്ക് യു സോ മച്ച്. താങ്ക് യു.